അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ഇന്നും അവിടെ സിബാക്ക് മത്സരത്തിന് പോയിരുന്നു. ഇന്നും 2-3 പരിപാടികളുടെ ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. മുമ്പും പോയിട്ടുണ്ട്, പല സിബാക്കിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സിബാക്കിന്റെ പ്രമേയം തന്നെ ഫെസ്റ്റിവൽ ഓഫ് കൾച്ചേഴ്സ് എന്നാണ്. സംസ്കാരങ്ങളുടെ മഹോത്സവം എന്ന പേര്. ഈ പരിപാടി തന്നെ പലകാല ദേശ പഴയ ആ പാരമ്പര്യ പുരാതന മുസ്ലിം സാംസ്കാരിക രീതികളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് നടന്ന റാലിയിൽ ഉറപ്പല്ലേ നമ്മുടെ മുസ്ലിം സാംസ്കാരിക രീതികൾ പരിചയപ്പെടുത്തൂലേ? അത്രയേ നമ്മളെ ഈ കേരളത്തിലുള്ള തലയെക്കെട്ടും ഈ കുപ്പായം ചുബി ഈ വെള്ള വസ്ത്രം ഇത് മാത്രമാണ് ഇസ്ലാമിക രീതി എന്നൊരു ധാരണ നമുക്കുള്ളത് കൊണ്ടല്ലേ. ഇപ്പൊ മൊറോക്കോയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിക്കുന്ന നമ്മളെ കുട്ടികൾ അവിടുത്തെ ഒരു പരിപാടിക്ക് അനുബന്ധിച്ച് നമ്മളെ ഇന്ത്യയുടെ കേരളത്തിലെ പാരമ്പര്യ വസ്ത്രം ധരിക്കാൻ പറഞ്ഞപ്പോൾ തുണിയും കുപ്പായും ഇട്ടപ്പം ഇത് പെണ്ണുങ്ങളെ വേഷം എന്ന് പറഞ്ഞ അവിടെ അവർ ചിരിച്ചുന്നാ. അവർക്കത് പെണ്ണുങ്ങളെ വേഷമായി തോന്നി. അല്ലാതെ ഈ പെണ്ണുങ്ങളെ വേഷമായി പെണ്ണുങ്ങൾക്ക് മാത്രം ഖാസായ വേഷമൊന്നും കുട്ടികൾ ധരിച്ചിട്ടില്ല. ഹറാമായി ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ റക്കസു എന്നുള്ളത് ഹറാമുമില്ല കറാഹത്തുമില്ല എന്നുള്ള തൂഫേലും നിഹായാലും മോദിനൊക്കെ പറഞ്ഞാലേ എന്തായാലും അല്ലേ എവിടെ പിന്നെ ഈ തെറ്റ് കണ്ടിരിക്കാറ്? ഇതൊക്കെ ആ സാംസ്കാരിക കലാപരിപാടികൾ കലാരീതികളൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി അത്ര മാത്രമേ ഉള്ളൂ. എന്തിനെതിരെ എതിർക്കേണ്ട ആവശ്യം? ഇത്തരം രീതികളെയും മറ്റുമൊക്കെ പൂർണ്ണമായിട്ട് എതിർക്കുന്നത് സലഫി രീതിയാണ്. വഹാബി മനഹജുകൾ അങ്ങനെയാണ്. അവർക്ക് നോക്കേണ്ട ഒരു പാട്ടോ ഒരു ഇതുപോലെ ദഫൊന്നും ഉണ്ടാവില്ല. ദഫ് റസൂലുള്ള സുന്നത്താക്കിയതല്ല. പല പരിപാടികൾക്കും കല്യാണത്തിന് അതുപോലെ തന്നെ പല സംഗതികൾക്കും ദഫ് നല്ലതല്ലേ. ദഫ് സുന്നത്താണെന്നും ഹദീസിലുള്ളതല്ലേ, കിതാബിലൊക്കെ അല്ല അല്ലേ. പക്ഷെ നിങ്ങൾ വഹാബിയുടെ ദഫ് ഇട്ടുന്നുണ്ടെന്നോ? റസൂലുള്ളാഹിനെ മദി ചെയ്തിട്ട് ബൈത്ത് പാടുന്നവർ കേട്ടിട്ടുണ്ടോ? ഇത്തരം രീതികളൊക്കെ ഇല്ലാതെ എല്ലാം അന്യാക്കുന്ന ഒരു പ്രത്യേക രീതിയാണല്ലോ, ഒരു ഉണങ്ങിയ രീതിയാണല്ലോ അവരുടേത്. ശരിക്കും അതേ രീതിക്കാണോ നമ്മള് കൊണ്ടുപോകേണ്ടത്? അല്ലല്ലോ. അതിനർത്ഥം ഹറാമായത് വേണമെന്നല്ല, ഹറാമായതൊക്കെ നിരോധിക്കേണ്ട വേണം. പിന്നെ ഇപ്പൊ നമ്മള് ദഫ് മുട്ടിലൊക്കെ ഇന്ന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളയിലും പുളയിലൊക്കെ അല്ലേ, അതിനെപ്പറ്റി എന്താ പുസ്തകം പറയാറുള്ളത്? അപ്പൊ എന്താ വെച്ചാല് എവിടെയും എന്തെങ്കിലും കണ്ടിട്ട് വിമർശിക്കാന്നില്ല. അല്ലാതെ ചെറിയ കുട്ടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റാതെ ഇവിടുന്ന് വന്നു പോയേക്കാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറയാന്നല്ലാതെ അമ്പലത്തിലെ ഉത്സവമാക്കി മാറ്റുകയും ചെയ്യരുത്. അപ്പൊ എന്താ വെച്ചാല് എവിടെയും എന്തെങ്കിലും കണ്ടിട്ട് വിമർശിക്കാന്നില്ല. അല്ലാതെ ചെറിയ കുട്ടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റാതെ ഇവിടുന്ന് വന്നു പോയേക്കാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറയാന്നല്ലാതെ ഇതൊക്കെ നിശിതമായിട്ട് അന്ധമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയും വെറും ഒരു അമ്പലത്തിലെ ഉത്സവമാക്കി മാറ്റുകയും ചെയ്യരുത്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അടിത്തറ പോകാത്ത രീതിയിൽ നമുക്ക് മാറ്റങ്ങളൊക്കെ വേണ്ടേ? അങ്ങനെയുള്ള ദീനിന്റെ ദൈവത്തുകളൊക്കെ സാധ്യമാകൂ. എതിർക്കരുത് കേട്ടോ. അല്ലാഹു തആല കബൂലാക്കട്ടെ. നല്ല നീയത്തോടു കൂടെ പ്രവർത്തിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതത്രയേ ഉള്ളൂ.